ഇങ്ങോട്ട് രേണുകെ, എന്താ രേണുക ഈ കാണിക്കുന്നത്? എന്റെ മോളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ട് നീ അന്തപുരത്തിൽ കയറി സുഖിച്ചിരിക്കല്ലേ? അമ്മായി, ഞാനിതൊന്നും. അമ്മായിയോ? ഏതമ്മായി? എവിടുത്തെ അമ്മായി? നടന്നത് എന്താണെന്ന് രേണുകയ്ക്ക് അറിയോ? വെറുതെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? കാര്യങ്ങളെല്ലാം എന്റെ മോള് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ കൂടുതലിപ്പോ ഞാൻ എന്താ അറിയണ്ടേ? അത് ശിവാനി പറഞ്ഞ കാര്യമല്ലേ? അനുഭവിച്ച ശിവാനി അല്ലാണ്ട് പിന്നെ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പറയണോ? അമ്മായി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ മിണ്ടി പോവരുത്. അതിനുള്ള അവകാശമില്ല നിനക്ക്. ഒന്നുമില്ലെങ്കിലും കുട്ടിക്കാലം മുതലേ നീ കാണുന്ന ഒരു പെങ്കൊച്ചല്ലേ ഇവള്? ഇവളുടെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ ഇത്രയും കാലം നീ തിന്നു മുടിച്ചത്? ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയപ്പോ നിനക്ക് ഉണ്ട ചോറിന്റെ നന്ദിയെങ്കിലും കാണിക്കാൻ തോന്നിയില്ലല്ലോടി. ഇവളുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി നീ ആവുന്നത്ര ശ്രമിച്ചു. ഇപ്പൊ ജീവിക്കാനേ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണോ നീ? നിന്റെ ഈ മനസ്സിലിരിപ്പ് കൊണ്ടാടി ഉണ്ടായ കുഞ്ഞു പോലും നിനക്ക് ഇല്ലാതായി പോയത്. എന്ത് സംസാര രേണുക നീ സംസാരിക്കുന്നത്? എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയപ്പോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ? ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല. ഇവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ അവളെ പൊന്നുപോലെ നോക്കിയിട്ടേ ഉള്ളൂ ഞാൻ. ഇവൾക്ക് കഴിക്കേണ്ട ഭക്ഷണം പോലും എന്താണെന്ന് എപ്പോഴാണെന്ന് തീരുമാനിച്ച് ഞാനേ അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതെന്തിനായിരുന്നു എന്നൊക്കെ ഗുളിക കൊണ്ട് പ്രയോഗം നടത്തിയപ്പോ മനസ്സിലായി. എല്ലാം നല്ല അഭിനയമല്ലായിരുന്നോ? ഒരൊറ്റ സെക്കൻഡ് ആ ഡോക്ടർ വരാൻ വൈകിരുന്നെങ്കിൽ എന്താവുമായിരുന്നു?